വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നുള്ളത് ഡിട്രോയിറ്റ് സൂവിലാണ്. അച്ഛൻ, അമ്മ, ചേട്ടനൊക്കെ ഉണ്ട്. അഖിൽ ചേട്ടനില്ല. ഡിട്രോയിറ്റ് സൂ. അപ്പം നമുക്ക് ഡിട്രോയിറ്റ് സൂവിൽ എന്തൊക്കെ ആനിമൽസിനെ കാണാൻ നോക്കാം. ഡിട്രോയിറ്റ് സൂ ഒരു വലിയ സൂ ആണ് കേട്ടോ. അവിടെ ഓരോ ആനിമൽസിനും ഓരോ ബിൽഡിംഗ് ആയിട്ട് അവർ ചെയ്തിരിക്കണേ. ഇപ്പം ഞങ്ങൾ ആദ്യം തന്നെ വന്നത് പെൻഗ്വിൻ്റെ ബിൽഡിങ്ങിലേക്കാണ്. അതെന്ന് പറയുമ്പോൾ പെൻഗ്വിന് തണുപ്പ സ്ഥലത്തെ ആയതുകൊണ്ട് ആ ബിൽഡിങ്ങിൽ ഭയങ്കര തണുപ്പാണ്. അവിടെ മൊത്തത്തിൽ ആ ബിൽഡിങ്ങിൽ മൊത്തം ടെമ്പറേച്ചർ ലോ ആക്കി വെച്ചിരിക്കുകയാണ്. പെൻഗ്വിൻസ് ഇതുപോലെ വെള്ളത്തിൽ കൂടെ പോണത് നമുക്ക് കാണാം. ഒരു ടണൽ പോലെ അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ നടന്നിട്ട് പെൻഗ്വിൻസ് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ സ്വിം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ സീലിനെ കാണാൻ വന്നിരിക്കും. റെപ്റ്റൈൽ സെൻറ്ററിൻ്റെ അകത്തേക്കാണ് കയറാൻ പോണത് ഡിട്രോയിറ്റ് സൂവിൽ. ഇതാണ് റാറ്റിൽ സ്നേക്ക്. കൂടൊക്കെ സെറ്റ് ചെയ്തേക്കണണ്ട. ഇതിൽ ഇതിപ്പോൾ റെപ്റ്റൈൽ സെൻറ്ററാണ്. റെപ്റ്റൈൽസിന് വേണ്ടി മാത്രമായിട്ടുള്ളത്. അപ്പോൾ ഓരോ കൂട്ടിൽ ഓരോന്നുണ്ടാവും. ഇതിൻ്റെ അകത്ത് യു ആർ എക്സ്പെക്റ്റഡ് ടു സീ വുഡ് ടേർട്ടിൽ. ഗ്രീൻ ട്രീ പൈത്തൺ. ടിമോർ പൈത്തൺ വലിയതാട്ടത്. ആണിങ്ങനെ ചൈനീസ് അലിഗേറ്റർ ഇട്ടാ. അലിഗേറ്റർ കെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ കണ്ടോ, ഇറ്റ്സ് ടൈം ഫോർ ബെഡ് ടൈം. ഇവിടെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് വെള്ളം, അതിനെ വെള്ളത്തിലിറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലാൻഡ് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഈസ്റ്റേൺ ഇൻഡിഗോ സ്നേക്ക്. ഐലൻഡ് റാറ്റിൽ സ്നേക്ക്. ഈ ഓരോ സ്നേക്കിനും അത് ഏത് കാലാവസ്ഥയിലാണോ വളരുന്നത് ആ ഒരു കാലാവസ്ഥയിലാണ് ഇവിടെ അവരെ കൂടും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മണലിലും ട്രോപ്പിക്കലിലും ഒക്കെ കാണുന്ന അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള, അപ്പം കണ്ടോ ഇത് കണ്ടോ ഗ്രീനായിട്ട്. അപ്പോൾ ആ പാമ്പ് അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലേക്ക് ജീവിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുണ്ടാക്കി അതും ഇൻക്ലൂഡ് ചെയ്യണില്ല. എനിക്ക് അത് ആനിമൽസ് ഏതൊക്കെയാണ് വിസിബിളായിട്ട് ഇങ്ങനെ കാണുന്ന ഐറ്റങ്ങളെയാണ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നക്ഷത്രം. ഇതാണ് ബ്ലാക്ക് ട്രീ മോണിറ്റർ. വലിയൊരു പാമ്പാട്ട ഷെമ്മൈ കബോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ മാപ്പ് കേട്ടോ. കഴുകൻ. അമ്മ ഉണ്ടാ പാമ്പിനെ ഒന്നും കണ്ടാ നോക്കൂല. പാമ്പിനെ സ്ഥലത്ത് പോയപ്പോൾ നോക്കാണ്ട് ഇങ്ങനെ നടക്കായിരുന്നു. പൂ കണ്ടപ്പോൾ അതിൽ നിന്ന് ഫോട്ടോ എടുക്കുക. ക്യാമലിൻ്റെ സ്ഥലത്തേക്ക് വന്നിരിക്കട്ടോ. ഇതേക്ക് എടുക്കുന്ന 4 എണ്ണമുണ്ട് ക്യാമൽ. അച്ഛാ എങ്ങനെയുണ്ട് ക്യാമല്? എങ്ങനെയുണ്ട് ക്യാമല്? എങ്ങനെയുണ്ടെന്ന്? ഇവിടെ ചെറിയ വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. പുലിനെ കാണാൻ വന്ന കേട്ടോ. പുലി പക്ഷെ അങ്ങനെ കിടന്ന് ഉറങ്ങുക. അവിടെ പുലിക്ക് നടക്ക് ഇത്ര ലാൻഡൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് കൂട്ടിലല്ല ഇട്ടിരിക്കണേ, തുറന്നിങ്ങനെ ഇതായിട്ട് ഇട്ടിരിക്കണം. പ്രിൻ്റിനെ കാണാൻ വന്നതാട്ടോ. പക്ഷെ അവിടെ എടുക്കുക.
നോക്കിയേ നോക്കിക്കട നോക്കിയോ എല്ലാവരും ഉറക്കപ്പിച്ചാല വിദൂര ഇതിലേക്ക് നോക്കി സൈഡായിട്ടിരിക്കാൻ കണ്ണടച്ചിരിക്കാൻ ഉറങ്ങാൻ അതെ അതെ അവിടെ ഒരാളൊക്കെ എടുക്കണ്ട ശരിക്കും കാണാൻ പറ്റില്ല തലയിൽ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കിടക്കും ഇത് ചിമ്പാൻസി അമ്മ വേണേ അടച്ച ഫ്ലെമിംഗോസ് ആട്ടെ ഞങ്ങളുടെ ബാക്കില് നമ്മള് പോളാർ ബെയറിനെ കാണാൻ പോവാട്ടാ ആർട്ടിക് റിംഗ് ഓഫ് ലൈഫ് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പോളാർ ബെയറിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പോളാർ ബെയർ അത് അവിടെ നടക്കുന്നുണ്ട് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാതെ കരടീനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക കരടീനെ കാണാനില്ല കരടീരെ സ്ഥലട്ടത് ജിറാഫ് ഇതാണ് ജിറാഫിൻ്റെ കൂട് ഇവിടെ രാത്രിയൊക്കെ എനിക്ക് തോന്നണം കാര്യങ്ങൾ കയറിയിരിക്കുക പിന്നെ അപ്പുറത്ത് നടക്കാൻ സ്ഥലമുണ്ട് അച്ഛൻ ഫോട്ടോ എടുക്കാൻ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക സീബ്രാസ് അതെന്താ വേറെ ഇതായിരിക്കുന്നത് സീബ്രാനെ കണ്ടവന് സീബ്ര ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കുടിച്ചു നല്ല ചൂടാണ് കഴിഞ്ഞു ലയണൊക്കെ കിടന്ന് ഉറങ്ങാട്ടോ ലയൻ്റെ കൂട് ഒരു 3-4 ലയനുണ്ട് പിന്നെ അവിടെ കല്ലിന് മുകളിൽ കിടക്കുക വേറെ വോൾഫ് ഇരിക്കുന്നു ഞങ്ങളിപ്പോൾ ഒരു ബട്ടർഫ്ലൈകളുടെ ഇതിലേക്കാട്ടോ വന്നിരിക്കണേ ഇതിൻ്റെ അകത്ത് നിറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ട് പറന്ന് നടക്കണാണോ കണ്ടോ ബട്ടർഫ്ലൈ ഗാർഡനായിരുന്നു ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് സൂവിൽ കണ്ടത് ഞങ്ങൾ ഏകദേശം 4 hours സൂവിൽ നടന്നു ഇന്നത്തെ ഈ സൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ കമൻറ്റ്സ് എഴുതി അറിയിക്കുക പിന്നെ ലൈക്കൊക്കെ ചെയ്യണേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ